ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞ അഭിപ്രായത്തോട് വിയോജിച്ച് എ.പി. വിഭാഗം സുന്നി സംഘടനാ നേതാവ്. പ്രതിപക്ഷ നേതാവ് അതിനുശേഷം നടത്തിയ ഒരു പ്രസ്താവനയിൽ ജമാഅത്തെ ഇസ്ലാമി പഴയ ആശയങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് വളരെയേറെ ഗൗരവത്തോടെ കാണേണ്ട ഒരു സംഗതിയാണ്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് വേണ്ട പോലെ പഠിച്ചിട്ടല്ല ഈ പ്രസ്താവന എന്നാണ് തോന്നുന്നത്. ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് മതരാഷ്ട്രവാദമുണ്ട്, ഒരു രീതിയിലെങ്കിൽ മറ്റൊരു രീതിയിൽ. അപ്പോൾ അതേ സംഘത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയാണല്ലോ BJP. ഇതേപോലെ ജമാഅത്തെ ഇസ്ലാമി അവരുടെ ആശയം നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു എന്നല്ലാതെ അവരൊരിക്കലും അവരുടെ ആശയത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല. SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി എളമരമാണ് വി.ഡി. സതീശന്റെ അഭിപ്രായത്തിനെതിരെ പ്രതികരിച്ചത്. 2019 ശേഷം 1921 ഇവർ ഇറക്കിയ പുസ്തകമാണ് മതേതരത്വം, ദേശീയത്വം, ജനാധിപത്യം എന്ന മൗദൂദിയുടെ പുസ്തകം. ഈ പുസ്തകത്തിൻ്റെ 25-ാമത്തെ പേജിൽ വളരെ കൃത്യമായി ഈ ആശയം വീണ്ടും എഴുതാണ്. മുസൽമാന്മാരെ സംബന്ധിച്ചിടത്തോളം ഞാനിത് അവരോട് തുറന്നു പ്രസ്താവിക്കുന്നു. ആധുനിക മതേതര ദേശീയ ജനാധിപത്യം നിങ്ങളുടെ ഇസ്ലാമിനും ഈമാനിനും ഘടകവിരുദ്ധമാണ്. നിങ്ങൾ അതിൻ്റെ മുമ്പിൽ സർവാത്മന തലകുനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിശുദ്ധ ഖുർആനെ പിറകോട്ട് വലിച്ചെറിയലായിരിക്കും. നിങ്ങൾ അതിൻ്റെ സ്ഥാപനത്തിലും നടത്തിപ്പിലും പങ്കുവഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തിരുദൂതനോട് ചെയ്യുന്ന കടുത്ത വഞ്ചനയായിരിക്കും. നിങ്ങൾ അതിൻ്റെ കൊടി പിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദൈവത്തിനെതിരെ രാജ്യദ്രോഹ കൊടി ഉയർത്തലായിരിക്കും. ജമാഅത്തെ ഇസ്ലാമി അവരുടെ ആശയത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വാചകശൈലിയിൽ കുറച്ച് മിനുക്കുപണിയൊക്കെ എടുക്കും. അടിസ്ഥാനപരമായി ഈ ആശയത്തിൽ യാതൊരു മാറ്റവുമില്ല. അപ്പോൾ ഈ രീതിയിൽ അടിസ്ഥാനപരമായി ഈ ആശയത്തെ അവർ മാറ്റുകയാണെങ്കിൽ ആദ്യം സ്വാഗതം ചെയ്യൽ മുസ്ലിം സംഘടനകളായിരിക്കും. പ്രത്യേകിച്ച് സമസ്ത കേരള ജമിയത്തുലും കീഴടങ്ങുമായിരിക്കും. കാരണം മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഇത്ര പരിക്കുണ്ടാക്കിയ വേറൊരു സംഘടനയില്ല. ഈ ജനാധിപത്യ സംവിധാനവുമായിട്ട് നിസ്സഹകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ കേരളത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇതിനെ ശക്തമായി എതിർത്തതുകൊണ്ട് കേരളത്തിൽ ആ രാഷ്ട്രീയ അവബോധം ഒന്നും നിലനിൽക്കുകയാണ്. എന്നാൽ ഉത്തരേന്ത്യ പോലുള്ള പ്രദേശങ്ങളിൽ ഉറുദു ബെൽറ്റുകളിൽ പ്രത്യേകിച്ചും മൗദൂദിയുടെ ഈ ആശയം കേട്ട ആളുകൾ അവരെ വിശ്വാസത്തിന് പിഴവുപറ്റുകയും അവരുടെ പാരമ്പരിക പരാജയത്തിന് കാരണമാകുകയെന്ന് ചിന്തിച്ചുകൊണ്ട് ഈ രാഷ്ട്രീയവുമായി നിസ്സഹകരിച്ചതിൻ്റെ കെടുതികളാണ് ഇന്ന് ഉത്തരേന്ത്യൻ മുസ്ലിമീങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിങ്ങും. ഷാദി സിൽക്സ് ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി. നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.